ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. UP പിടിച്ച് ഭരണത്തിലേറാമെന്നുള്ള സ്വപ്നങ്ങൾക്ക് തിരിച്ചടി നേരിട്ടതിൻ്റെ ഞെട്ടലിലാണ് ബി.ജെ.പി. ഉത്തർപ്രദേശിൽ ബി.ജെ.പിയുടെ തേരോട്ടത്തിന് തടയിട്ടത് അഖിലേഷ് യാദവിൻ്റെ ഇടപെടലാണ്. കഴിഞ്ഞ തവണത്തെ 5 സീറ്റിൽ നിന്ന് 37ലേക്ക് വൻ തിരിച്ചുവരവാണ് SP നടത്തിയത്. ഇത് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ചിരിക്കുകയാണ്. പരാജയപ്പെട്ട പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അഖിലേഷ് ഒടുവിൽ സമാജ്വാദി പാർട്ടിയെ വിജയപാതയിലേക്ക് എത്തിച്ചു. മായാവതിയുടെ BSPയുമായി സഖ്യമുണ്ടാക്കിയ 2019 അഖിലേഷിന് നഷ്ടമായിരുന്നു ഫലം. അന്ന് ലഭിച്ചത് വെറും 5 സീറ്റ്, BSPക്ക് 10 സീറ്റും. ഇത്തവണ കോൺഗ്രസുമായി കൈകോർത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ബലത്തിൽ SP നേടിയത് 37 സീറ്റാണ്. പിതാവ് മുലായം സിംഗ് യാദവിന്റെ വിയോഗശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് പിതാവിനെ പോലെ കരുത്തനായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SP സഖ്യം പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ പരിഹാസത്തിന് മധുരമായ മറുപടി നൽകുകയാണ് ഈ വിജയത്തിലൂടെ അഖിലേഷ് യാദവ്. 2012 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഖിലേഷ് യാദവ് നടത്തിയ സംസ്ഥാന പര്യടനവും പ്രചരണവുമാണ് പാർട്ടിക്ക് മുതൽക്കൂട്ടായത്. കാൽനടയായും പാർട്ടി ചിഹ്നമായ സൈക്കിളിലേറിയും അഖിലേഷ് ഓരോ മണ്ഡലത്തിലും സഞ്ചരിച്ചു, ജനങ്ങളോട് സംസാരിച്ചു. 97 സീറ്റുകളിൽ നിന്ന് 224 സീറ്റുകളിലേക്ക് വൻ കുതിച്ചുചാട്ടമാണ് സമാജ്വാദി പാർട്ടിക്ക് അന്നുണ്ടായത്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അഖിലേഷിനെ നിർദ്ദേശിച്ച് മുലായം സിംഗ് ഉപദേശ പദവിയിലേക്ക് പിൻവാങ്ങി. 2012 മാർച്ച് 15 അഖിലേഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 38ാം വയസ്സിൽ ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി 12 വർഷത്തിനു മുമ്പ് അങ്ങനെ അഖിലേഷ് അധികാരത്തിലെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളും നേടുന്ന പ്രഖ്യാപനമാണ് BJP നടത്തിയത്. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും കൈകോർത്ത 2019 അപേക്ഷിച്ച് SPയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി ദുർബലമായിരുന്നു. ബീഹാറിലും മഹാരാഷ്ട്രയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രവചിച്ചവർ പോലും ഉത്തർപ്രദേശിൽ BJPയുടെ ശക്തിയെ കുറച്ചു കണ്ടില്ല. 62 സീറ്റിൽ നിന്ന് 10ഓളം സീറ്റുകൾ കുറയുകയോ കൂടുകയോ ചെയ്യും എന്ന് മാത്രമായിരുന്നു വിദഗ്ധർ പറഞ്ഞത്. യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന ഡബിൾ എഞ്ചിൻ ശക്തിയിൽ ഉത്തർപ്രദേശിലെ BJP വിജയം ആവർത്തിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മാത്രം മതി ദീർഘകാലത്തേക്ക് BJPയുടെ തുടർച്ചയായ വിജയങ്ങൾക്കൊന്നും വാദമുണ്ടായി. എന്നാൽ 2017 മുതൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും അടുപ്പിച്ച് പരാജയപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് 2022 മുതൽ പതുക്കെ അഖിലേഷും സമാജ്വാദി പാർട്ടിയും കരകയറി വരുന്നുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങളായി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായി കൊണ്ടിരുന്ന കോൺഗ്രസിനെയും അഖിലേഷ് ഈ വിജയത്തിലൊപ്പം ചേർത്തു. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ തരംഗമുണ്ടാക്കി. അതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജാതി സെൻസസ് വലിയ മുദ്രാവാക്യമാക്കി അഖിലേഷ് അവതരിപ്പിച്ചു. സംസ്ഥാനത്തുടനീളം അഖിലേഷ് നടത്തിയ ബസ് പര്യടനത്തിന് ഉപയോഗിച്ച ചുവന്ന ബസിന്റെ പുറത്ത് വലിയ അക്ഷരങ്ങൾ എഴുതി വച്ചിരുന്നത് ജാതി സെൻസസ് ആണ് സാമൂഹ്യ നീതിയുടെ വഴി എന്നായിരുന്നു. 400 സീറ്റിലധികം ലഭിക്കുമെന്ന BJPയുടെ പ്രഖ്യാപനം 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഭരണം നേടി ഭരണഘടന തിരുത്താനാണ്. അതുവഴി പിന്നോക്കക്കാർക്കും ദളിതർക്കുമുള്ള സംവരണം നഷ്ടപ്പെടുമെന്നുള്ള പ്രചാരണം സമാജ്വാദി പാർട്ടി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. നിത്യജീവിത പ്രശ്നങ്ങളായിരുന്നു SPയുടെയും കോൺഗ്രസിൻ്റെയും ഊന്നൽ. ഭരണഘടന സംരക്ഷിക്കുന്നത് പ്രധാനമാണെന്ന് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി. അഖിലേഷും രാഹുലും തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനും അന്ത്യം കുറിക്കുന്നതിന് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. രാമക്ഷേത്രം പോലുള്ള BJPയുടെ അജണ്ടകളോട് പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല. BJP സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ തൊഴിലില്ലായ്മയുടെയും സാമൂഹ്യ നീതിയുടെയും കാര്യം അവർ ആവർത്തിച്ചു പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലും അഖിലേഷ് സൂക്ഷ്മത പുലർത്തി. BJP സഖ്യത്തെക്കാൾ കൂടുതൽ പിന്നോക്ക വിഭാഗക്കാരെ അഖിലേഷ് സ്ഥാനാർത്ഥിയായി നിർത്തി. അതേസമയം സ്വന്തം വിഭാഗമായ യാദവരിൽ നിന്ന് 5 പേർക്ക് മാത്രമാണ് സീറ്റ് നൽകിയത്. അതുവഴി മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് സമാജ്വാദി പാർട്ടിയോടുള്ള വിശ്വാസ്യത വർദ്ധിച്ചു. പലയിടത്തും BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ മാറ്റി പുതിയ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് ചേർന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥി മാറ്റം താൽക്കാലിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം സൃഷ്ടിച്ചുവെങ്കിലും അതെല്ലാം SPക്ക് ഗുണം ചെയ്തു. അയോധ്യ അടങ്ങുന്ന ഫൈസാബാദിൽ BJP ഠാക്കൂർ സ്ഥാനാർത്ഥിയെയും BSP ബ്രാഹ്മൺ സ്ഥാനാർത്ഥിയെയും മത്സരിപ്പിച്ചപ്പോൾ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള അവധേഷ് പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു.